കെപിസിസി അധ്യക്ഷനായി ചുമതലയേറ്റ സണ്ണി ജോസഫ്. കെപിസിസി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു സണ്ണി ജോസഫിന്റെ സ്ഥാനാരോഹണം. എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, മുൻ അധ്യക്ഷൻ കെ. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ സന്നിധരായിരുന്നു. സൗമ്യനും മൃദു സമീപനക്കാരനുമാണ് സണ്ണി ജോസഫ് എന്നും ആശയങ്ങളിലും നിലപാടുകളിലും അടിയുറച്ചു നിൽക്കുന്ന ധീരനായ പോരാളിയാണ് അദ്ദേഹമെന്നുമാണ് കെ.സി. വേണുഗോപാൽ പുകഴ്ത്തി പറഞ്ഞത്. അതേസമയം തന്റെ കാലത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു കെ. സുധാകരന്റെ പ്രസംഗം. പാർട്ടിയെ ജനകീയമാക്കാനും യു.ഡി.എഫിന്റെ അടിത്തറ ശക്തമാക്കാനും കഴിഞ്ഞതായി സുധാകരൻ എടുത്തു പറഞ്ഞു. കണ്ണൂർ രാഷ്ട്രീയത്തിൽ തന്റെ സന്തത സഹചാരിയായിരുന്ന സണ്ണി ജോസഫ് കൂടുതൽ കരുത്തോടെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകും. കേരളത്തിലെ കോൺഗ്രസിന്റെ യുവത്വത്തിന്റെ തിളയ്ക്കുന്ന രക്തമാണ് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പുതിയ കെപിസിസി ടീം. CUC പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, അത് സണ്ണിയെ ഏൽപ്പിക്കുന്നുവെന്നാണ് സുധാകരൻ പറഞ്ഞത്. തിരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടാൻ കഴിഞ്ഞുവെന്നും നേട്ടങ്ങൾ മാത്രമേ തന്റെ കാലത്തുണ്ടായിട്ടുള്ളൂ എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. കോൺഗ്രസിൽ ഇപ്പോൾ ഗ്രൂപ്പ് കലാപങ്ങളില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രവർത്തകരുടെ ഐക്യമാണ് അതിനു കാരണമെന്നും KSUവിന് ക്യാമ്പസുകളിൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചത് KPCC നൽകിയ പിന്തുണ കൊണ്ടാണ് എന്നും സുധാകരൻ പറഞ്ഞു. CPM-നെതിരെ പടക്കുതിരയായി താൻ മുന്നിലുണ്ടാകുമെന്നും നേതൃത്വത്തിന്റെയും പാർട്ടി പ്രവർത്തകരുടെയും സ്നേഹത്തിന് നന്ദിയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത് ഒരു പ്രശ്നമല്ല എന്നും പ്രവർത്തകരാണ് തന്റെ കരുത്ത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണകൂടങ്ങളുമായി നോ കോംപ്രമൈസ് എന്നതാണ് തന്റെ ശൈലിയെന്നും ഇരട്ടച്ചങ്ക് ഉള്ളവരോടും 56 ഇഞ്ച് നെഞ്ചളവ് ഉള്ളവരോടും നിലപാടിൽ മാറ്റമില്ല എന്നും അദ്ദേഹം പരിഹസിച്ചു. മല്ലികാർജുൻ ഖാർഗെയോടും രാഹുൽ ഗാന്ധിയോടും നന്ദി പറയുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പുതിയ നേതൃത്വത്തോടൊപ്പം പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരു തർക്കവുമില്ലാതെ ഒറ്റ ലക്ഷ്യത്തോടെ ഒരുമിച്ച് നീങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പറഞ്ഞു. 100-ലധികം സീറ്റുകളോടെ UDF അടുത്ത തിരഞ്ഞെടുപ്പിൽ തിരിച്ചുവരുമെന്ന് ഉറപ്പ് നൽകുന്നതായും അദ്ദേഹം അറിയിച്ചു. അതേസമയം പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരുമായി PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരും സ്ഥാനമേറ്റെടുത്തു. അതേസമയം നേരത്തെ സണ്ണി ജോസഫിനൊപ്പം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ആന്റോ ആന്റണി ചടങ്ങിനെത്താതിരുന്നതും ശ്രദ്ധേയമായി. ചുമതല ഏൽക്കുന്നതിനു മുൻപായി പുതിയ KPCC നേതൃത്വം മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി സന്ദർശിച്ചിരുന്നു. ഒരു മലയോര കോൺഗ്രസുകാരന്റെ മകൻ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നതിൽ സന്തോഷമുണ്ട് എന്നും 2026-ൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി കേരളം ഭരിക്കുമെന്നും അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. അതേസമയം SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി ആന്റോ ആന്റണി MP രംഗത്ത് വന്നിരുന്നു. നിയുക്ത KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് തരം താണ പ്രസ്താവനയാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. സണ്ണി ജോസഫ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹത്തിന് വെള്ളാപ്പള്ളിയുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അർഹതയില്ലാതിരുന്നിട്ടും അത്യുന്നതമായ പദവികൾ ലഭിച്ചിട്ടും അധികാരത്തിന്റെ ആർത്തിമൂത്ത് കോൺഗ്രസിനെ തകർക്കാനും പിളർത്താനും ഒക്കെ ശ്രമിച്ച നേതാക്കൾ ഉള്ള പാർട്ടിയിലാണ് സണ്ണി ഇത്ര സംയമനത്തോടെ നിലപാട് സ്വീകരിച്ചതെന്ന ആന്റോ ആന്റണിയുടെ പരാമർശം K. മുരളീധരനെ ലക്ഷ്യമിട്ടാണെന്ന വിലയിരുത്തലും ശക്തമാണ്.